സ്പൈയുടെ കോൾ കലണ്ടർ സ്പ്രെഡ് ഓപ്ഷൻ നോക്കാം. കലണ്ടർ സ്പ്രെഡ് ഓപ്ഷൻ കോൾ ഈ മാസം 29-ാം തീയതി എക്സ്പയർഡ് ആവുന്നതും അടുത്ത മാസം 6-ാം തീയതി എക്സ്പയർഡ് ആവുന്നതുമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അടുത്ത മാസം 6-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് 10 എണ്ണവും പിന്നെ ഈ മാസം എക്സ്പയർഡ് ആവുന്നത് 10 എണ്ണവും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ $1460 ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്പൈ പുട്ട് കലണ്ടർ സ്പ്രെഡ് ഓപ്ഷൻ അടുത്ത മാസം 6-ാം തീയതിയും ഈ മാസം 29-ാം തീയതിയും എക്സ്പയർഡ് ആവുന്ന 398 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻസ് 10 എണ്ണം കമ്പൈൻ ചെയ്ത് ഞാൻ $1440 പർച്ചേസ് ചെയ്തു. പുട്ട് ഓപ്ഷൻ 29-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് സെല്ല് ചെയ്തത് ഞാൻ തിരിച്ചു വാങ്ങി 398 സ്ട്രൈക്ക് പ്രൈസിൻ്റേത്. എന്നിട്ട് ഞാനത് 31-ലേക്ക് ചേഞ്ച് ചെയ്തു. എനിക്ക് $200 അതിൽ കിട്ടി. കോൾ ഓപ്ഷൻ 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള നെക്സ്റ്റ് മന്ത് 6-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് ഞാൻ ബൈ ചെയ്തിരുന്നത് സെല്ല് ചെയ്തു. എന്നിട്ട് ഞാനത് 423 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പിന്നീട് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് $32 കിട്ടി. ഓക്കെ. കോൾ ഓപ്ഷൻ 29-ാം തീയതി എക്സ്പയർഡ് ആവുന്ന 422-ൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് ഒരെണ്ണം ഞാൻ ബൈ ചെയ്തു. എന്നിട്ട് 31-ാം തീയതിയിലെ 423 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അത് സെല്ല് ചെയ്തു. അപ്പോൾ എനിക്ക് $47 കിട്ടി. അടുത്ത ഓപ്ഷൻ കോൾ ഓപ്ഷൻ 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് 29-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് ഞാൻ ബൈ ചെയ്തു. 419 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഈ മാസം 29-ാം തീയതി തന്നെ എക്സ്പയർഡ് ആവുന്നതിൽ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഓപ്ഷനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് $31 അതിൽ കിട്ടി. 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള ഈ മാസം 29-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് ബൈ ചെയ്തിട്ട് ഞാനത് അടുത്ത മാസം 2-ാം തീയതിയിലുള്ള 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളതിലേക്ക് ചേഞ്ച് ചെയ്തു 8 എണ്ണം. അപ്പോൾ എനിക്ക് $736 കിട്ടി. സ്പൈയുടെ പുട്ട് ഓപ്ഷൻ ഈ മാസം 31-ാം തീയതി എക്സ്പയർഡ് ആവുന്ന 398 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള 2 എണ്ണം $250 വിറ്റു. 398 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള സ്പൈയുടെ പുട്ട് ഓപ്ഷൻ ഈ മാസം 31-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് 2 എണ്ണം $250 പർച്ചേസ് ചെയ്തു. സ്പൈയുടെ പുട്ട് കലണ്ടർ സ്പ്രെഡ് ഓപ്ഷൻ ഈ മാസം 31-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ടത് ഞാൻ നെക്സ്റ്റ് മന്ത് എക്സ്പയർഡ് ആവുന്ന 398 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. 8 എണ്ണം $1304. അപ്പോൾ എനിക്കിങ്ങോട്ട് കിട്ടി. $419 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള സ്പൈയുടെ കോൾ ഓപ്ഷൻ ഈ മാസം 29-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് ഞാൻ $1 പർച്ചേസ് ചെയ്തു. സ്പൈയുടെ കോൾ ഓപ്ഷൻ 6-ാം തീയതി നെക്സ്റ്റ് മന്ത് എക്സ്പയർഡ് ആവുന്നത് 423 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളത് ഞാൻ സെല്ല് ചെയ്തു ഒരെണ്ണം. അപ്പോൾ എനിക്ക് $19 അതിൽ ലഭിച്ചു. 31-ാം തീയതി എക്സ്പയർഡ് ആവുന്ന കോൾ ഓപ്ഷൻ ഞാൻ മേടിച്ചു $3. 2-ാം തീയതി എക്സ്പയർഡ് ആവുന്ന കോൾ ഓപ്ഷൻ 8 എണ്ണം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ളതാണ്. $112 ഞാൻ വാങ്ങിയത്. ഇനി ഈ കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6-ാം തീയതി എക്സ്പയർഡ് ആവുന്നത് 422 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള 9 എണ്ണം ഞാൻ $225 സെല്ല് ചെയ്തു. അപ്പോൾ എനിക്ക് $225 ഈ ഓപ്ഷനിൽ ലഭിച്ചേക്കുന്നത്. 6-ാം തീയതി എക്സ്പയർഡ് ആവുന്ന പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു 398 സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടുള്ള 2 എണ്ണം $636. ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1460 മൈനസ് 1440 പ്ലസ് 200 പ്ലസ് 32 പ്ലസ് 47 പ്ലസ് 31 പ്ലസ് 736 മൈനസ് 250 പ്ലസ് 1304 മൈനസ് 1 പ്ലസ് 19 മൈനസ് 3 മൈനസ് 112 പ്ലസ് 225 പ്ലസ് 636. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയത് ലോസാണ്. സോ മൈ ലോസ് ഈസ് -36.